യെസ്. 78-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം. എങ്കിലും അവർ എന്നോട് പാപം ചെയ്തു, അത്യുന്നതരുടെ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു. മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗത്തിലെ നല്ല കർത്താവേ, മനോഹരമായ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അല്പസമയം കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. കൃപ കൂടിയിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദൃശ്യത്തിലായിരിക്കാം. ശാന്തമായ അന്തരീക്ഷത്തിൽ വന്ന പരിശുദ്ധാത്മാവി വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തൊണ്ടയ്ക്ക് അല്പം പ്രയാസങ്ങളുണ്ടെങ്കിലും സഹകരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. തിരുമേശ നമ്മുടെ മധ്യത്തിലുണ്ട്. വായിച്ച തിരുവചന ഭാഗത്തോടുള്ള ബന്ധത്തിൽ 17-ാമത്തെ വാക്യമാണ് നമുക്ക് കുറിവാക്യമായിട്ട് വായിച്ചത്. എങ്കിലും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 2-3 പോയിന്റുകളൊന്ന് വിശദീകരിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. 28-ാം സങ്കീർത്തനം ആസാഫ് രചിച്ച 12 സങ്കീർത്തനങ്ങളിൽ ഏറ്റവും വലിയൊരു സങ്കീർത്തനമാണ് 78-ാമത്തെ സങ്കീർത്തനം. ഇത് രചിക്കുവാനുള്ള കാരണം നമുക്കറിയാം. പശ്ചാത്തലം നമ്മൾ പഠിച്ചു വരുമ്പോൾ പിതാക്കന്മാർ ചെയ്ത പാപം പോലെ ഇനിയുള്ള തലമുറ ചെയ്യരുതെന്ന് നാം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ 78-ാം സങ്കീർത്തനം ആസാഫ് രചിക്കുവാൻ ഇടയായിട്ടുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്തു. നമുക്ക് പൊതുവെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പാട്ടാണ്, പാട്ടുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സങ്കീർത്തനം നമുക്കറിയാം, ഭക്തന്മാർ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ആസാഫ് എഴുതിയിട്ടുണ്ട്, പിന്നെ യദൂദാൻ എഴുതിയിട്ടുണ്ട്, മോശ രചിച്ചിട്ടുണ്ട്, പിന്നെ ദാവീദ് കൂടുതലും സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് കോരഹപുത്രന്മാർ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ വിവിധമായ പ്രയാസ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ആ സന്ദർഭത്തില് അവരുടെ ജീവിതാനുഭവത്തിൽ കൂടി എഴുതപ്പെട്ടതായ പാട്ടുകളാണ് സങ്കീർത്തനം എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വിശദീകരണത്തിലേക്ക് ഇന്ന് പകൽക്കാലം പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് തന്ന 1-2 പോയിന്റുകൾ ദേഹത്തിൽ കമ്പിവാലത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുക. ഇവിടെ 78-ാം സങ്കീർത്തനം എങ്കിലും എന്നുള്ള പദത്തെ കുറിച്ച് ഉള്ള വാക്കുകളാണ്. അതിനെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കപ്പെടണം, എങ്ങനെയായി മാറണം, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിച്ച് നമുക്ക് നിത്യതയിലേക്ക് നമുക്ക് എത്തപ്പെടണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നത്. സ്തോത്രം ചെയ്ത് എങ്കിലും അവർ എന്ത് ചെയ്തു? വാക്യം 17-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? എങ്കിലും അവർ അവനോട് എന്ത് ചെയ്തു? പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഒന്നാമതായിട്ട് എങ്കിലും എന്നുള്ള പദം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്തോത്രം. എങ്കിലും അവരെന്ത് ചെയ്തു? മത്സരിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്തു. എങ്കിലും അവര് ഒരുമിച്ച് ആ വാക്യം നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എങ്കിലും അവരെന്ത് ചെയ്തു? വളരെ വ്യക്തമായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എങ്കിലും അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്തു. എന്താണ് അവരുടെ ജീവിതത്തിൽ വന്ന ഇവിടെ വന്ന ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ദൈവം മക്കൾക്ക് അറിയാമോ? എന്താ അവരുടെ ജീവിതത്തിൽ വന്ന പരാജയം? അവരുടെ ജീവിതത്തിൽ വന്ന പരാജയമാണ് മത്സരം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ തകർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. പഴയതിൽ നമുക്ക് പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ശാഠ്യവും മത്സരവുമാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന ഈ ആലോചന അനുസരിച്ച് നിങ്ങൾ പ്രബോധിപ്പിക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തോട് മത്സരിക്കുന്നവരായിട്ട് നമ്മൾ തീരാതെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മൾ ഓരോ ദിവസവും അവരുടെ ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഒരു ദൈവ പൈതലായി തീരും എന്നുള്ളത് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്കറിയാം, മത്സരത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? ലൂസിഫർ എന്നുള്ള കാര്യം അറിയാം. മത്സരത്തിന്റെ സ്ഥാപകൻ ആരാ? ലൂസിഫർ. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവവചനം പഠിച്ചപ്പോൾ നമുക്കറിയാമല്ലോ, അതായത് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെല്ലാവരും എന്നോടുണ്ടോ? ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം അഹങ്കാരം. നിങ്ങൾക്കറിയാം, മറ്റുള്ള പാപങ്ങളൊക്കെ പാപം തന്നെയാണ്. എന്നാലും ചിലർ പറയാറുണ്ട് വ്യഭിചാരം ചെയ്യുന്നത് വലിയ പാപമാണ്. അത് പാപം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവിന് സ്തോത്രം ചെയ്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയെ നോക്കുന്നവൻ എങ്ങനെ? ദുഷ്ടവിചാരത്തോടു കൂടി നോക്കുന്നവന് സഹോദരന്റെ ഭാര്യ, ബൈബിളിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്,
കൂട്ടുകാരന്റെ ഭാര്യ മോഹിക്കരുതെന്നൊക്കെ വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിലുമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചിന്തിച്ചാൽ തന്നെ എന്തായിത്തീരുന്നു? അത് പാപമായിത്തീരുന്നു. പക്ഷെ ഒരുവൻ പാപം ചെയ്ത് ഒരു വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയാൽ അവൻ ദൈവസന്നിധിയിൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ എന്തായിത്തീരുന്നു? അവന് മടങ്ങി വന്നാൽ എന്നേക്കും അവന് പരിഹാരമുണ്ട്. അതുകൊണ്ട് അത് ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. പരിഹാരമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം എന്താണെന്ന് അറിയാമോ? അഹങ്കാരം. ഏറ്റവും അതിന് ക്ഷമ കിട്ടാത്ത ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനോടുള്ള മറുതലിപ്പിനും ക്ഷമ കിട്ടുകയില്ല. നമുക്കറിയാം. സ്തോത്രം. ബൈബിളിനകത്ത് നിങ്ങൾ സദൃശവാക്യം വീട്ടിൽ ചെന്ന് ക്രമമായിട്ട് വായിച്ചാൽ മതി. അഹങ്കാരത്തെക്കുറിച്ച് ഉള്ള ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോഴും അഹങ്കരിക്കുന്നവർക്ക് വരുന്ന പരാജയത്തെക്കുറിച്ച് അവൻ സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി യാക്കോബിന്റെ ലേഖനത്തിലും നിഗളികളോട് ദൈവം എന്ത് ചെയ്യുന്നു? അവൻ എതിർത്ത് നിൽക്കുന്നതിനെ കുറിച്ചും യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവന് ബലമുള്ള കരങ്ങളിൽ എന്ത് ചെയ്യണം? താണിരിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസും വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന് കീഴടങ്ങുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഞാനിന്ന് പകൽക്കാലം നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, തിരുമേശയൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നമ്മൾ ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എന്നെ എത്ര ഉയർത്തിയാലും ഞാൻ ദൈവസന്നിധി എന്ത് ചെയ്യും? എത്രമാത്രം താഴാൻ പറ്റുമോ അത്രമാത്രം എന്ത് ചെയ്യും? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രാർത്ഥനയൊക്കെ നല്ല കാര്യമല്ലേ? താഴ്ത്തുന്നു എന്നൊക്കെ നമ്മൾ എല്ലാ ദൈവമക്കളും, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ കോണത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം. ദൈവമേ, ഞാൻ എളിയവനെ എന്ത് ചെയ്യുന്നു? ചില പദങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എളിയവൻ, അല്ലേ? സ്തോത്രം. അടിയൻ എന്ന് പറയാറുണ്ട്. പിന്നെ ഏഴ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഏഴ് എന്ന് പറയുമ്പോഴും അടിയൻ എന്ന് പറയുമ്പോഴും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് അതൊരു ഫലപ്രദമായ പ്രാർത്ഥനയായി മാറുകയില്ല. പ്രത്യുത അതെങ്ങനെയായി വരുന്നു? സ്തോത്രം ചെയ്യുന്നു. അത് പരാജയപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് ആകും. നിങ്ങൾ സഹകരിക്കണേ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ പറഞ്ഞിട്ട്, ദൈവം വെറുക്കുന്ന പാപം എങ്കിലും എന്നുള്ള പദത്തില് ദൈവം വെറുക്കുന്ന പാപം എന്താണ് പറഞ്ഞിട്ട്, മത്സരം. ദൈവം വെറുക്കുന്നൊരു പാപമാണ്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 28-ും 29-ാമത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് വേഗം വായിച്ചാൽ അയച്ചിട്ട്. ആവർത്തന പുസ്തകം 31-ന്റെ 28-ഉം 29-ഉം വായിക്കാമോ? നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവേൻ. വാക്യം മനസ്സിലായോ? 31-ന്റെ 28-ഉം 29-ഉം വായിച്ചു. ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവിടെ നേരെ ആകാശത്തെ ഭൂമിയെ സാക്ഷി വെക്കും. എന്റെ മരണശേഷം നിങ്ങൾ ഭക്ഷണത്തെ പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറി കളയും എന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് നിങ്ങളുടെ പ്രവർത്തികളാൽ അവനെ കോപിപ്പിച്ചു. സ്തോത്രം. നമുക്കറിയാം. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അല്ലേ? 31-ാം അധ്യായം 28-ഉം 29-ഉം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനോട് ചേർന്ന് സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മത്സരത്തെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ നമുക്കറിയാം. ആവർത്തന പുസ്തകത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികൾ ആയിരിക്കുന്നുവല്ലോ. എന്റെ മരണശേഷവും എത്ര അധികം എന്നൊരു വാക്യമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും എന്നുള്ള പദത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമക്കൾ വളരെ മനസ്സിലാക്കണം. നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയില്ല. ആര് പറയുന്ന കാര്യമാ? ആര് പറയുന്ന? മോശ പറയുക അല്ലേ? നിന്റെ മത്സര സ്വഭാവം എനിക്കറിയാം. കാരണം ഞാൻ ദീർഘവർഷങ്ങളായിട്ട് ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന, ജനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന മോശയ്ക്ക് ഇവരുടെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇവർ എങ്ങനെയുള്ളവരാണെന്ന് ആർക്കറിയാം? മോശയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മോശ പറയുന്നത്, നിങ്ങളുടെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ. എന്റെ മരണശേഷവും എത്രയധികമായി തീരുമെന്നും മോശ പറയുക. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മത്സരിക്കുന്നു. അപ്പൊ എന്റെ മരണശേഷവും നിങ്ങൾ എത്രയധികം. അപ്പൊ മോശ മുൻകൂട്ടി തന്നെ അത് എന്ത് ചെയ്യാണ്? ഒരു പ്രവചനം പോലെ അവിടെ പറയുക. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രായോഗികമായി വരുത്തേണ്ട കാര്യങ്ങൾ, അതായത് ഒരു ഭൗതിക സമ്പത്തിനെ കുറിച്ചോ ഒരു മെറ്റീരിയൽ അനുഗ്രഹത്തെ കുറിച്ചോ അല്ല ഞാൻ ഇന്ന് പകൽ പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ കർത്താവിന്റെ
ആ ദിവ്യ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മത്സരികളെ പോലെ ഇസ്രായേൽ ജനത്തിൽ ഇസ്രായേൽ ജനം മത്സരികളായി തീർന്ന അവർ മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മക്കളെ പാഴാക്കി കളയാതെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനൊരു കാര്യം കൂടെ ഇതിനോട് വാക്യം അതിനോട് ചേർന്ന് പറയാം. സംഖ്യാപുസ്തകം 17-10 വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവ മോശയോട് അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന്, ഇവിടെ അഹരോന്റെ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന മത്സരികൾക്ക് തെളിവായിരിക്കുന്ന ഒരു വടി തടുത്തതിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അപ്പൊ ദൈവം തെരഞ്ഞെടുത്തവരോട് ഒരിക്കലും എന്ത് ചെയ്യരുത്? മത്സരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ദൈവം തെരഞ്ഞെടുത്തവരോട് പ്രത്യേകിച്ച് മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയും ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നവരോട് ഒരിക്കലും നമ്മുടെ ജീവിതം എന്തായിത്തീരരുത്? മത്സരത്തിൽ നമ്മൾ മുന്നോട്ട് പോകരുത്. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മത്സരിക്കുവാൻ പാടില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിഷ്കളങ്കനായ ഒരു ദൈവത്തിന്റെ പൈതലിനോടും ദൈവമക്കളോടും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മത്സരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പ്രതീക്ഷിച്ച നമുക്ക് തുറമുഖത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത വിധത്തില് നമ്മൾ അജ്ഞാനമാകുന്ന കൂരിട്ട് നമ്മൾ സമ്പാദിക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തരുന്നത് നിഷ്കളങ്കരോട് ഞാൻ അതായത് ചില ദൃഷ്ടാന്തം അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് ഓർക്കുന്നില്ല. ഒരിക്കല് ഒരു കർത്താവിന്റെ ദാസൻ വളരെ ഭക്തിയോടുകൂടി ജീവിച്ച ഒരു ദൈവദാസൻ അനുഭവം ഒരു പുസ്തകത്തിൽ നിന്നും ഞാൻ വായിക്കുവാനിടയായിത്തീർന്നു. തമിഴ്നാട്ടിലാണ്. അദ്ദേഹം കർത്താവിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. ധാരാളം ആത്മാക്കളെയൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തന്റെ തൊട്ടടുത്തും ഒരു വിശ്വാസി താമസിച്ചിരുന്നു. രണ്ടുപേരും പെന്തക്കോസ്തുകാർ തന്നെയാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു വിക്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ദൈവദാസന് വിരോധമായിട്ട് തൊട്ടടുത്ത് താമസിച്ച വിശ്വാസി പലപ്പോഴും ഇദ്ദേഹം അമേരിക്കയിൽ നിന്നും പണം വരുത്തുന്നു എന്നും വേണ്ടാത്ത അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും ഒക്കെ ഈ വ്യക്തി എന്ത് ചെയ്തു? മറ്റുള്ളവരോട് പറഞ്ഞ് ഈ ദൈവദാസനെ പല സന്ദർഭങ്ങളിലും അപവാദവും തന്നെ കുറിച്ച് വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് സ്തോത്രം ചെയ്ത് തന്നെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം തൊട്ടടുത്തുള്ള വിശ്വാസികളുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം ചെന്നാലും ഒരു വാക്കുപോലും പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എതിരായിട്ടുള്ള പ്രാർത്ഥനയല്ല. ചിലർ പറയാറുണ്ട് എതിർ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്. വിശ്വാസികളാരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എതിരായിട്ട് പ്രാർത്ഥിച്ചാൽ അതിലൊന്നും ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല. മറ്റുള്ളവൻ മുടിഞ്ഞു പോട്ട് അയാൾ തകർന്നു പോട്ടെന്നുള്ള പ്രാർത്ഥനയൊന്നും ഞാൻ അംഗീകരിക്കുകയില്ല. അവൻ യഥാർത്ഥ ഒരു ദൈവത്തിന്റെ അവനത് വരട്ടെ, അവനത് സംഭവിക്കട്ടെ, അവന്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, അവന് മുടിഞ്ഞു പോകട്ടെ, ഒരു പദം ഒരു വിശ്വാസം പറയാനായിട്ട് പാടില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? ആരുടെയെങ്കിലും ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും ആ വ്യക്തി മാനസാന്തരപ്പെടുവാനായിട്ടും മടങ്ങി വരുവാനായിട്ടും വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മടങ്ങി വരാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ നശിച്ചു പോകാനോ മറ്റുള്ളവർ മുടിഞ്ഞു പോകാനായിട്ടോ പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രാർത്ഥനയല്ല. എന്നുണ്ടോ നിങ്ങള്? കർത്താവിന് സ്തോത്രം ചെയ്ത് അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്കൊക്കെ എന്ത് ചെയ്യണം? വ്യത്യാസം ഉണ്ടായിരിക്കണം. ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച കർത്താവിന് സ്തോത്രം ചെയ്ത് മനസ്സിലാകുന്നുണ്ടോ? ശത്രുവിനെ മിത്രമായി കാണാനും യൂദ ചുംബനം കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞെന്താ? സ്നേഹിത എന്നുള്ള വാക്ക് വിളിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ യേശുവിനെ സ്നേഹിക്കുന്നവരല്ല. നമ്മൾ പിശാചിന്റെ സന്തതികളാണ്. നമ്മൾ സാത്താനുമായിട്ട് എന്തോ ഉണ്ട്, ഒരു ടൈയപ്പുണ്ട്. സാത്താനുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എതിർ പ്രാർത്ഥനകളോ മറ്റുള്ളവർക്ക് വിരോധമായി പ്രാർത്ഥിക്കുവാനോ അയൽവക്കക്കാർക്ക് വിരോധമായി പ്രാർത്ഥിക്കുവാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാമോ? സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. എന്താ? സ്തോത്രം, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഇതാര് ചെയ്തിയാ? ഇതാരാ ഇതങ്ങനെ ആക്കിയത്?
സാത്താനാണോ? നിങ്ങളെന്താ മിണ്ടാത്തെ? ഇത് പിശാചാണോ ജയിപ്പിച്ചേ? ഹലോ, ഉറങ്ങല്ലേ? സ്തോത്രം. അതുകൊണ്ട് അല്പം പ്രയാസമുള്ളതുകൊണ്ട് എന്നെ സഹകരിക്കണേ. ഇത് പിശാചാണോ ചെയ്തേ? നീ മനുഷ്യനെ ഞങ്ങളുടെ തലമേൽ കയറി, അതാര രീതിയാ? മനുഷ്യനെ ഞങ്ങളുടെ, നീ ആരാ? നീ എന്ന് പറഞ്ഞ അത് ദൈവത്താൽ വരുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യൻ നമുക്ക് എതിരായി തീരണം. വിശ്വാസികൾ അല്ലെങ്കിൽ കൂട്ടവിശ്വാസികളോ അന്ന് മറ്റുള്ളവരെല്ലാം നമുക്ക് എന്തായി തീരണം? എതിരായിട്ട് തീരണം. കർത്താവ് പഠിപ്പിച്ച എന്താ? എതിരായിട്ട് തീരുമ്പം മൗനമായിട്ടിരുന്ന് മിണ്ടാതിരുന്ന് മുഖമെല്ലാം കൂടെ വലിച്ചിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹലോ, അങ്ങനാണോ കർത്താവ് പഠിപ്പിച്ചത്? സ്വതം നിന്നെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ താടിക്ക് കൈയും കൊടുത്ത് ചരമഗീതം പാടാനാണോ കർത്താവ് പറഞ്ഞത്? പിന്നെ സഭയിൽ വന്നാൽ നീ പുറത്തുള്ള മുഖം കാണുമ്പോൾ അറിയാം. ഇരിപ്പ് നിങ്ങളാരുമല്ല, നിങ്ങൾ നല്ല ദൈവമക്കളാണ്. സ്തോത്രം ചെയ്ത് ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ അറിയാം പ്രത്യാശ നഷ്ടപ്പെട്ട്, അതായത് ആ ശുഷ്കാന്തി നഷ്ടപ്പെട്ട് യാതൊരു പ്രകാശമില്ലാതെ സന്തോഷമില്ലാതിരിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ കർത്താവ് നമ്മളെ പഠിപ്പിക്കും, നിന്നെ കുറിച്ച് എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പോൾ, അങ്ങനെ പറയും. അങ്ങനെ അല്ലേ? നീ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ എന്ത് ചെയ്യണം പറഞ്ഞാട്ട്? ഉറക്കെ പറഞ്ഞ നീ എന്ത് ചെയ്യണമെന്നാ? സന്തോഷിച്ച് തുള്ളിച്ചാടാനാ പറഞ്ഞ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ? അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം വരണമെന്നാ ബൈബിൾ പറയുന്നത്. എന്നെ കുറിച്ച് എതിരായിട്ട് പറയണം, എന്നെ കുറിച്ച് തിന്മയായി പറയണം, വേണ്ടാത്ത വാക്കുകൾ പറയണം. പറയുമ്പോൾ ഒരു അനുഗ്രഹം നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബൈബിളിനകത്ത് പറയുന്നത് ഒരു പോക്ക് വഴി ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ഇതെല്ലാം നമുക്ക് ദൈവം തരുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പം പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരിഹാസങ്ങളും നിന്ദകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ എപ്പോഴും സന്തോഷവാനായിരിക്കും. ദോഷമുണ്ടോ നിങ്ങൾക്ക്? ദോഷമുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം 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 സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. നിന്ദകളിൽ കൂടി പരിഹാസത്തിൽ കൂടി പോകുന്ന ദൈവമക്കളെ നിങ്ങളെ ഓർത്തോണം. ദൈവം നിങ്ങളെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ മടക്കി വരുവാൻ താല്പര്യപ്പെടുക. അതുകൊണ്ട് അവൻ ഭക്തനായ വിക്ടർ എന്ന് പറഞ്ഞ ആ ദൈവദാസന് വിരോധമായിട്ട് തൊട്ടടുത്തുള്ള വിശ്വാസി തനിക്ക് വിരോധമായിട്ട് പല അപവാദങ്ങളും നുണപ്രചരണങ്ങളും പറഞ്ഞപ്പോൾ ആ കർത്താവിന്റെ ദാസൻ തിരിച്ച് പ്രതികരിച്ചില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ആമീൻ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ആവർത്തന മനസ്സിലല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അനുഭവത്തിൽ എഴുതിയിരിക്കുന്നത്, ആ അപവാദമേറ്റവനും പരിഹസിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ അപവാദം പറഞ്ഞവൻ എന്ത് ചെയ്തു? സ്തോത്രം ചെയ്തു. ദൈവം ശിക്ഷിച്ചു. ദൈവത്തിന്റെ കരം തനിക്ക് പ്രതികൂലമായി വെളിപ്പെട്ടു. അവൻ തന്റെ ഇളിക്ക് താഴമത്വ സ്വാധീനം നഷ്ടമായി. അവൻ അവസാനം താൻ എന്ത് ചെയ്തു? ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്തോത്രം. ദൈവത്തോടും എന്ത് ചെയ്യരുത് പറഞ്ഞാട്ട് മത്സരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. സ്തോത്രം സ്തോത്രം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 68-ാം സങ്കീർത്തനം. അതാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. എന്താ? സ്തോത്രം ചെയ്യുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, പിന്നെ തീയിലും വെള്ളത്തിൽ കൂടി നീ ഞങ്ങളെ എന്ത് ചെയ്തു? നടത്തി. അടുത്ത വാക്യം എന്താ പറയുന്നത്? എങ്കിലും ഒരുമിച്ച് പറ വാക്യം. മനുഷ്യൻ ഞങ്ങൾക്കെതിരായി തീരുമ്പോഴും, ഞങ്ങളുടെ തലമേൽ കയറി ഓടുമ്പോഴും, ഞങ്ങൾക്ക് വിരോധമായി അപവാദം പറയുമ്പോഴും, അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? യോസേപ്പിനോടുള്ള ബന്ധത്തിലാ പറയുന്നത്. എന്താ പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറഞ്ഞാട്ട്, അവൻ തീയിലും വെള്ളത്തിൽ കൂടി നീ ഞങ്ങളെ കടത്തി വിടുമ്പോഴും, എങ്കിലും പറഞ്ഞാട്ട് നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമൃദ്ധി ഒരുക്കി വച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എങ്കിലും അവർ എന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിക്കും. സ്തോത്രം. എന്നിട്ട് ബാക്കിയോട് വായിച്ചത് 32-ാമത്തെ സങ്കീർത്തനം 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 78-ന്റെ 78-ന്റെ എല്ലാമായിട്ട് അവർ പിന്നെയും പാപം ചെയ്തു. അതിന്റെ മൂലഭാഷയിലേക്ക് വരുമ്പോൾ, എങ്കിലും അവർ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചില്ല.
ഇച്ചിരി കൂടെ പൊലിപ്പിച്ച് വിശദീകരിക്കണമെന്നുണ്ട്. എനിക്ക് അല്പ പ്രയാസമുള്ളതാണ്. നിങ്ങൾ ചോദിച്ചത് എങ്കിലും അവർ മത്സരിച്ചു. ആർക്കെതിരെ? ദൈവത്തോടും അഭിഷക്തന്മാർക്കും വിരോധമായിട്ട് അവർ മത്സരിച്ചു. ഇനി അടുത്ത് നോക്കിക്കേ, 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്കിലും അവർ അത്ഭുതങ്ങളിൽ എന്ത് ചെയ്തില്ല. എന്നോട് സഹകരിക്കുന്നുണ്ട്. എങ്കിലും അവർ അത്ഭുതങ്ങളിൽ, ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു. അവൻ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. ആ വാക്യം നിങ്ങൾ വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ദൈവം അവർക്ക് വേണ്ടി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, അല്ലേ? വിശദീകരണത്തിലേക്ക് പോകണ്ട. നിങ്ങൾക്കറിയാം അവർക്ക് വേണ്ടി ദൈവം ചെയ്തത് എന്താണെന്ന്. മിസ്രൈമിൽ നിന്നും, ആ കഠിനമേറിയ ശോധനയിൽ നിന്നും, ദൈവമൊക്കെ ശ്രദ്ധിച്ച്, കഠിനമേറിയ ശോധനയിൽ നിന്നും ദൈവം അവരെ വിളിച്ചിറക്കി. എങ്ങനെയാ അവരെ വിളിച്ചിറക്കിയത്? നിങ്ങളോട് പറഞ്ഞു, എങ്ങനെയാ അവരെ ദൈവം വിളിച്ചിറക്കിയത്? എങ്ങനെയാ അവരെ വിളിച്ചിറക്കിയത്? നമ്മൾ നോക്കിക്കേ, സ്തോത്രം ചെയ്യുന്നു. അതായത് പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങള് അരശേക്കൽ വെള്ളി വീതം കൊടുത്ത് താങ്കളുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ പെസഹ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെ, അതായത് ഫറവോന്റെ അവൻ അടിമതുകത്തിൽ നിന്നും ദൈവം അവരെ എന്ത് ചെയ്തു പറഞ്ഞാട്ട് അവരെ വിടുവിച്ചു. അവരുടെ കഷ്ടത വലുതായിരുന്നു, അല്ലേ? എന്താ എഴുതിയിരിക്കുന്ന? യഹോവ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി എന്ത് ചെയ്തു? കേട്ടു. അവരുടെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു. അങ്ങനെ മിസ്രൈമിൽ നിന്നും ദൈവം അവരെ ഇറക്കി. ഹലോ, എന്നോടുണ്ടോ നിങ്ങള്? എങ്ങനെയാ? ഭയങ്കര അത്ഭുതത്തിൽ കൂടി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ച പോലെ തന്നെ നമ്മളെ ദൈവം കൊണ്ടുവന്നതും വിളിച്ചിറക്കിയ ആ സന്ദർഭമൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? ഉറങ്ങല്ലേ? ഓർക്കാറുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഒരുമിച്ച് പറ ആ വാക്ക് ഒരുമിച്ച്. എൻ മനമേ യഹോവയെ. പിന്നെ അടുത്തത് എന്റെ സർവാന്തരംഗമേ. അടുത്തത് അവന്റെ ഉപകാരങ്ങളൊന്നും എന്ത് ചെയ്യരുത് പറഞ്ഞിട്ട് അവന്റെ ഉപകാരങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. മനസ്സിലാകുന്ന പറഞ്ഞു. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച സന്ദർഭത്തില് അവൻ സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി എന്തെല്ലാം അത്ഭുതം ചെയ്തിട്ടുണ്ട്. നീ ഓർക്കാറുണ്ടോ? നിനക്ക് വേണ്ടി നിന്നെ അത്ഭുതത്തിൽ കൂടിയല്ലേ ദൈവം ഇറക്കിയത്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ വീട്ടിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ആ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കേണ്ടതുപോലെ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അവൻ കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് എന്ത് ചെയ്യണം? കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് എന്ത് ചെയ്യണം? ആ മഹത്വം കൊടുക്കാതെ, അതരം തുറക്കാതെ, നാവ് വേണ്ടതുപോലെ തുറക്കാതെ, ദൈവത്തെ വേണ്ടതുപോലെ മഹത്വപ്പെടുത്താൻ കഴിയാതെ, മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്താതെ നമ്മുടെ ദൈവം ആരാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവത്തിന് ഒത്തിരി പേരുകളുണ്ട്. എൽശദായി എന്നവന്റെ പേരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഒത്തിരി പേരുകൾ നമ്മുടെ ദൈവത്തിനുണ്ടല്ലേ. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൾ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ പറ, സ്തോത്രം, സ്തോത്രം, കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്തോത്രം ചെയ്ത് മരിച്ചവരും, ഒരിക്കൽ വെച്ച് പറ, മരിച്ചവരും മൗനതയിൽ ആരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മരിച്ചിരിക്കുന്ന വിശ്വാസികൾ പലതുമുണ്ട്, ചത്ത വിശ്വാസികളുണ്ട്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നത് അവൻ ശവം പോലിരിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ച വിശ്വാസിയല്ല ദൈവത്തിന് ആവശ്യം. ബൈബിളിൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാ ഞാൻ നിന്നെ വായിൽ നിന്നും എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഒരു മരിച്ച വിശ്വാസിയല്ല ദൈവത്തിന് ആവശ്യം. ഒരു ചത്ത വിശ്വാസിയല്ല, ഒരു ചത്ത സ്തോത്രമല്ല ദൈവത്തിന് ആവശ്യം. അവൻ ഒരു ചത്ത ആരാധനയല്ല ദൈവത്തിന് വേണ്ടത്. ഇന്ന് മകൻ ദൈവത്തിന് വേണ്ടത് അവൻ ജീവനുള്ള അവൻ ആരാധന.
ഒരു സ്തോത്രമേ നീ പറഞ്ഞുള്ളെങ്കിലും സ്തോത്രം അതെന്തായിരിക്കണം? ഒരുമിച്ച് പറ, അത് ശക്തിയുള്ളതായിരിക്കണം. ഹലോ ഹലോ അതകത്തു നിന്ന് വരണം, പുറത്തു നിന്ന് പറയണ്ട. പാസ്റ്റർ പറഞ്ഞിട്ടൊന്നും നിങ്ങൾ പറയണ്ട. സ്വതന്ത്രം 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 പറഞ്ഞ് പറയിപ്പിക്കുന്ന അകത്തു നിന്ന് വരണം. അത് അവർക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞത്. ആമേൻ. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗ വേദികളൊക്കെ പറയാറുണ്ട്, നമുക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മുടെ നാവിൽ കൂടി പോകുന്ന സ്തോത്രം മൂർച്ചയേറിയതാണ്. അത് അവിടെ ചെല്ലും. വിദൂരങ്ങളിൽ ആ സ്തോത്രത്തിന് ശക്തി വ്യാപരിക്കും. ജീവനില്ലാത്ത ആരാധനയല്ല, ജീവനില്ലാത്ത സ്തോത്രമല്ല വേണ്ടത്, മരിച്ച ആരാധനയല്ല വേണ്ടത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ വചനത്തിൽ കൂടി വെളിപ്പാട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ദൈവം നിനക്ക് ചെയ്ത അത്ഭുതം, ആ ദൈവത്തിന് തക്ക മഹത്വം, അവൻ മഹത്വം അവൻ അർപ്പിക്കുന്നവനാ. മനസ്സിലാകുന്നുണ്ടോ? അവന് മഹത്വം വേണം. ദൈവത്തിന്റെ മഹത്വത്തെ മോഷ്ടിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവന്റെ മഹത്വം ആർക്കും എന്ത് ചെയ്യില്ല. ഒരുമിച്ച് പറ, ഒരു വിഗ്രഹത്തിനും ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അവന്റെ മഹത്വം അവന് തന്നെ കൊടുക്കണം. സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, താഴ്ചയിൽ എന്നെ ഉയർത്തിയവന് അവന്റെ ദൈവം ഏറ്റമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തവന് അവന്റെ ദൈവം ഏറ്റമുള്ളത്. ചെങ്കനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദൈവം ഏറ്റമുള്ളത്. യോർദാനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദൈവം ഏറ്റമുള്ളത്. സകലത്തെ സൃഷ്ടിച്ചവന് അവന്റെ ദൈവം ഏറ്റമുള്ളത്. സ്വത്രം സ്വത്രം. ഹലോ, മഹത്വം ആർക്ക് വേണം പറഞ്ഞാട്ട്? അവൻ അതിന് തക്ക മഹത്വം കൊടുക്കണം. സ്വത്രം. അതാ ഇവിടെ ഇസ്രായേലിനെ പറ്റിയ പരാജയം പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താ അവർക്ക് പറ്റിയ പരാജയം? എങ്കിലും അവർ അത്ഭുതങ്ങൾ എന്ത് ചെയ്തു? കഠിനമേറിയ ശോധനയെ കൂടി ദൈവം അവരെ വിളിച്ചിറക്കി. മരുഭൂമിയിൽ കൂടി അവരെ ദൈവം നടത്തി. അവിടെ വസ്ത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട്, അവരെ ഇട്ട ചെരുപ്പ്, ദീർഘവർഷങ്ങൾ ദൈവം അവരെ എന്ത് ചെയ്തു? അതിശയമായിട്ട് ദൈവം നടത്തി. പകൽ മേഘസ്തംഭം ദൈവം അവർക്ക് എന്ത് ചെയ്തു? രാത്രി അഗ്നി തൂണായി എന്ത് ചെയ്തു? നമുക്കറിയാവുന്ന കാര്യമല്ലേ? സ്തോത്രം. മരുഭൂമിയിൽ ഒത്തിരി വിഷഭാഗങ്ങൾ ഉണ്ടായിരുന്നു, വിഷത്തേളുകൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊന്നും എന്ത് ചെയ്തില്ല, അവരെ തൊടുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. പക്ഷേ അവർക്ക് വന്ന പരാജയമുണ്ട. എങ്കിലും അവരുടെ അത്ഭുതങ്ങളിൽ അവർ വിശ്വസിച്ചില്ല. സ്തോത്രം 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 സ്തോത്രം. എങ്കിലും അവൻ അത്ഭുതങ്ങൾ എന്ത് ചെയ്തില്ല പറഞ്ഞാട്ട് അവർ വിശ്വസിച്ചില്ല. സ്തോത്രം പറ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം ചെയ്യുന്നു. അവന്റെ അത്ഭുതങ്ങളിൽ നീ വിശ്വസിക്കുമെങ്കിൽ, ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ, നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു ദൈവ പ്രവൃത്തി അവൻ നിന്റെ കണ്ണാലെ കാണാൻ പറ്റും. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. യെസ് 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 യെസ്. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. കരമടിച്ചു. യെസ് 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 യെസ്. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഇന്ന് നിനക്കൊരു അത്ഭുതം കാണാൻ പറ്റും. നിന്റെ മോന് വേണ്ടി, നിന്റെ മോക്ക് വേണ്ടിയിട്ട്, നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട്, നീ കരയുന്ന വിഷയത്തിന് വേണ്ടിയിട്ട് ഇന്ന് പകുതി ഭാരത്തോടല്ലേ ഇവിടെ വന്നത്, വേദനയോടല്ലേ വന്നത്. അവന്റെ വേദനകൾ മാറ്റുവാൻ അവന്റെ ഭാരം ഇറക്കി വെച്ച് അവന്റെ സംഗതികള് അത്ഭുതങ്ങൾ നീ വിശ്വസിക്കുമെങ്കിൽ മഹത്വപ്പെടുത്തിക്കോ. നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു അത്ഭുതം കാണാം. യെസ്. ആ കരം തൊട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. യെസ്. യേശുവിന്റെ നാമത്തിൽ ഒന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ
Yes, 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 yes. Yes, yes. Shantara dabara balaba. Dabara balaba. Shantara balaba gadiya. Artala dabara balaba. ഇന്നെ വിളിച്ച സമയത്ത് ദൈവം എനിക്ക് ചെയ്ത അത്ഭുതത്തെ ഓർക്ക്. അന്ന് ചെയ്ത അത്ഭുതം ഓർക്ക്. നിന്റെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം അത്ഭുതം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അത്ഭുതം ഇന്നും മാറിയിട്ടില്ല, മാറിപ്പോയിട്ടില്ല. ഇന്നും അവൻ അത്ഭുതമുണ്ട്. Yes. Yes. Yes, 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 yes. എനിക്കറിയാം ഭയങ്കര ദൈവസ്ഥാനത്തിലൂടെ വെളിപ്പെടുന്നുണ്ട്. നന്നായിട്ട് എനിക്കറിയാം. സ്തോത്രം. മത്സരിക്കരുത്, മത്സരിക്കാതെ ദൈവകരെ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചോ. യെസ്, ദൈവപ്രവൃത്തി കൊണ്ട് കേട്ടോ. എനിക്കറിയാം ഇവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാം. ഇന്നൊരു അത്ഭുതം നിനക്ക് നടക്കും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ അത് നിനക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. സ്വത്രം. കഴിഞ്ഞ നാളുകൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുതം ഇന്നൊന്നും മാറിയിട്ടില്ല. അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ മാറാത്ത ദൈവമാണ്. എന്റെ അത്ഭുതങ്ങൾക്ക് മാറ്റമില്ല. Yes, 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 yes. Udaraba shabaraba, dabaraba shantara divartabaraba, dabaraba shabaraba. Hallelujah. Subhanallah. Yes. Hallelujah. എന്റെ കർത്താവേ, നീ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നീ ഇവിടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. നീ ഇവിടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. നീ ഇവിടെ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ചെറുകളെ രണ്ടായി വിഭാഗിച്ചവരെ നിന്റെ വിഷയത്തെ അവനെ വിടുവിക്കുവാൻ കഴിയും. യോർദാനെ രണ്ടാക്കി മാറ്റിയവരെ നിന്റെ വിഷയത്തിന് പരിഹാരങ്ങളാൻ പറ്റും. പക്ഷെ ഒരു കാര്യമാണ്, അവന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാതെ. Yes. Jesus. Yes. Ushaba shantara dabara dabara shabara dabara shantara dabara dabara shabara dabara. Jesus. Jesus. Swatram. ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടുക. പരിശുദ്ധാത്മാവ് ചിലരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ദൈവസാന്നിധ്യം വന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം, എനിക്ക് തൊണ്ടയ്ക്കെന്തോ പ്രയാസമുണ്ടെങ്കിലും ഈ ആരാധന വെറുതെയല്ല, ഇന്നത്തെ സഭായോഗം വെറുതെയല്ല. ദൈവാത്മാവ് ചിലരിൽ തൊട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നീ കരഞ്ഞത്, ഇന്ന് രാവിലെ നീ കരഞ്ഞത്, കഴിഞ്ഞ ദിവസം നീ പൊട്ടിക്കഴിഞ്ഞ വിഷയങ്ങള് കർത്താവേ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടായി തീരും. അടുത്തത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നിനക്ക് അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തന. Yes, 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 yes. Yes. കൈപ്പേറിയ അനുഭവം ജീവിതത്തിലുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ എന്ത് ചെയ്തു? മാറായി വന്നു. അറിയാം, പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ മാറായിൽ എന്ത് ചെയ്തു? ഇത് ദൈവത്തിന് അറിയത്തില്ലായിരുന്ന മാറായി വരുമെന്ന്. ഹലോ, മാറ കയ്പ് അല്ലേ? സ്തോത്രം. എന്നോടുണ്ടോ നിങ്ങള്? ആ വെള്ളം അവര് കുടിച്ചില്ലേ? സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് അറിയാം ഈ മാറായി കയ്പിൽ കൂടി അവരെന്ത് ചെയ്യും പറഞ്ഞാട്ട് ഈ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി അവർ പോകണം. ദൈവത്തിന് അറിയാം. പക്ഷെ അത് അവരെ മറച്ചു വെച്ച് ദൈവം അങ്ങനെ അവരെ മുന്നമേ ദൈവം എന്ത് ചെയ്തില്ല.
അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം അവരോട് ദൈവം അവരോട് പറഞ്ഞില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ചെങ്കടലിനെ കുറിച്ച് ദൈവം അവരോട് പറഞ്ഞില്ല. പറഞ്ഞോ? നിങ്ങളോട് ചോദിച്ചു, എന്നോട് സഹകരിക്കുന്നുണ്ടോ? അത് ദൈവം അവര് മറച്ചു വെച്ചു. മറച്ചു വെക്കാൻ കാരണം അങ്ങനെങ്കിലും ഇറങ്ങത്തില്ലായിരുന്നു അവര്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ പലർക്കും വ്യാധികളും രോഗങ്ങളും ഒക്കെ വന്ന പലരുമുണ്ട്. സ്തോത്രം. വിശ്വാസത്തിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യില്ലായിരുന്നു? എടുത്തില്ലായിരുന്നു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നു. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമെന്ന് നേരത്തെ അറിവ് കിട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ എന്ത് ചെയ്യില്ലായിരുന്നു? അവൻ ഇതിനകത്ത് ഇറങ്ങാൻ സാധ്യത കുറവായിരുന്നു, അല്ലേ? അതെല്ലാം ദൈവം എന്ത് ചെയ്തു? മറച്ചു വെച്ചു. സ്തോത്രം പറ, സ്തോത്രം പറ. അപ്പൊ മാറായി വരുമെന്ന് അവരോട് ദൈവം എന്ത് ചെയ്തില്ല? ആ കൈപ്പേറിയ വെള്ളം അവരെന്ത് ചെയ്തു? കുടിച്ചു. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചതാ. സ്തോത്രം. ഒരു വ്യാഖ്യാന പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം ഒരു വൃക്ഷം കൂടെ അവിടെ എന്ത് ചെയ്തു? അവിടെ നട്ടുപിടിപ്പിച്ചു. സ്വത്രം പറ, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്. കൈപ്പേറിയ വെള്ളം നമുക്ക് പാടുന്നല്ലോ. കൈപ്പേറിയ വെള്ളത്തെ കുറിച്ചൊക്കെ പാടുന്നുണ്ടല്ലോ, അല്ലേ? സ്വത്രം, 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 സ്വത്രം. അവൻ ആ കൈപ്പേറിയ വെള്ളം കുടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവര് ദൈവത്തോട് നിലവിളിച്ചു. അവര് പിറുപിറുത്തു. ദൈവത്തോട് അവര് നിലവിളിച്ചു, കരഞ്ഞു. ഈ കൈപ്പേറിയ വെള്ളം ഞങ്ങൾ കുടിക്കുന്നു, ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ലെന്ന് അവർ നിലവിളിച്ചപ്പോഴത്തേക്ക് ദൈവം മോശയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞാട്ട് ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിയവരിടാൻ പറഞ്ഞു. പറഞ്ഞേ, ആ വെള്ളത്തിലിടാൻ. സ്തോത്രം. ആ വെള്ളത്തിലിട്ടപ്പോൾ ആ കൊമ്പെന്തായിരുന്നു? പറഞ്ഞിട്ട് ആ വൃക്ഷം മധുരമായിരുന്നു, അല്ലേ? ആ വൃക്ഷം മധുരമല്ലായിരുന്നു. നിങ്ങൾ എന്നോടുണ്ടോ? അത് ആരെ കുറിക്കുന്ന? നമ്മുടെ കർത്താവായ യേശു. നിന്റെ കൈപ്പേറിയ അനുഭവത്തെ വലിച്ചെടുത്ത കാൽവരി ക്രൂശ് നിനക്ക് വേണ്ടിയിട്ട് സ്തോത്രം ചെയ്യുന്നു. അവന്റെ അവസാനത്തുള്ള രക്തവും എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ന് ഉറക്കെ നിലവിളിച്ച് നിന്റെ സകല കൈപ്പിന്റെ അനുഭവങ്ങളെയും മധുരമായവൻ വലിച്ചെടുത്ത് ആ മധുരമായവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ നിശ്ചയമായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുമേശ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൈപ്പേറിയ അനുഭവത്തെ വലിച്ചെടുത്ത് അത് മധുരമാക്കി മാറ്റുന്ന അവൻ തിരുമേശ ഇന്ന് നിങ്ങൾ ഭക്ഷിക്കുമെങ്കിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി വരും. സന്തോഷമോട് ഞാൻ നിറയുക. സ്വന്തം പറ, സന്തോഷമോട് ഞാൻ നിറയുക. സ്വന്തം. നിങ്ങൾ ഭക്തിയോട് ഈ തിരുമേശ എടുത്ത, ഭക്തിയോട് ഇതിൽ ഭാഗമാക്കാൻ തീരുന്ന മധുരമായ ദൈവം നിങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങളെ വലിച്ചെടുത്ത് നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയ യേശുവിനെ ഇന്ന് ധ്യാനിക്കുമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കാം. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടിയിട്ട് അവന്റെ അവസാനത്തുള്ള രക്തവും തന്റെ ചങ്ക് പിളർന്ന് തന്റെ ശരീരം തകർന്ന് മുള്ളുകൊണ്ട് കിരീടം പടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലകയിലും കോലും കൊടുത്തു. യഹൂദന്മാരുടെ രാജാവായി ജയ ജയ എന്ന പരിഹാസത്തോടെ അവരെ പറഞ്ഞു. അവന്റെ നമ്മൾ പരിഹസിച്ച് മുട്ടുമുട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചാട്ടവാറുകൾ അടിക്കപ്പെട്ടവനായി ദുർബലാൽ ആമയും അത് ഗുണം നിറയപ്പെട്ടവനായിട്ട് കണ്ടാൽ ആളല്ലാതെ എന്ന് തോന്നുമാറ് ആയിരങ്ങളിൽ 10,000 സുന്ദരനായ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഉടവ് ചാരുപോലെ കീഴപ്പെട്ടവനായി അടിക്കപ്പെട്ടവനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവം നമുക്ക് വേണ്ടി തരണമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പങ്കല് ഈ അപ്പം നുറുങ്ങുന്നത് പോലെ അവന്റെ ശരീരം തകർക്കപ്പെട്ടെങ്കിൽ വിശ്വസിക്കുക. എനിക്ക് വേണ്ടി ദൈവം പ്രതിഫലിപ്പെടും. ഒരു ദൈവമകത്താണ് എന്റെ മാറായ മധുരമാക്കും. എന്റെ വേദനകളെ അവൻ കാൽവരി ക്രൂശിൽ ചുമന്നെങ്കിൽ അവന്റെ അടിപ്പിടരാൻ എനിക്ക് സൗഖ്യം വന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. തോട്ടം തൊട്ട് കാൽവരിക്കാനും മലമുകൾ വരെയും ക്രൂശിച്ചു
ചുമന്ന് അവൻ നമുക്ക് വേണ്ടിയിട്ട് പങ്കപ്പാടുകൾ ഏറ്റെടുക്കുക. ഇന്ന് പകൽ പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. ഇന്ന് വേണ്ട കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. കണ്ണുകടച്ച് ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കണ്ണുകടക്കാമോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഭാരത്തോടെ ഇന്ന് പകൽക്കാലം വേദനയോടെ അവൻ സഭയിൽ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്റെ മാറായ മധുരമാക്കി മാറ്റുവാൻ, നിന്റെ കൈപ്പിനെ അവൻ വലിച്ചെടുക്കുവാൻ, അവൻ പിളർക്കപ്പെട്ട പാറ, അടിക്കപ്പെട്ട പാറ, അവൻ തകർക്കപ്പെട്ട പാറയിൽ ഇന്ന് പകൽക്കാലം നീ അഭയം പ്രാപിക്കുമെങ്കിൽ